നമസ്കാരം കൂട്ടുകാരെ. സ്നേഹസ്പർശത്തിലെ മെഡിക്കൽ കോളേജ് ദിനങ്ങൾ എന്ന അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. ശ്രീമതി ജയന്തി ജി എഴുതിയ അതിജീവനക്കുറിപ്പിൽ വരുന്നതാണ്. കാഷ്വാലിറ്റിയിൽ രാധാകൃഷ്ണ സാർ ഉണ്ടായിരുന്നു. ഒത്തിരി ഉപദേശങ്ങൾ നൽകി. വിഷമമുണ്ടാകും, പക്ഷെ വരുന്ന സാഹചര്യങ്ങൾ നേരിടാൻ ധൈര്യം വേണം, ധൈര്യം നേടണം. പേടിക്കാൻ ഒന്നുമില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരുപാട് പേർ വളരെ കാലമായി സുഖമായി ജീവിക്കുന്നുണ്ട്. 10 ദിവസം ഇവിടെ കിടക്കണം, പിന്നെ 3 മാസം വീട്ടിൽ വിശ്രമിക്കണം. അത് കഴിഞ്ഞാൽ സാധാരണ ജീവിതം നയിക്കാം. എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി. ഗർഭനിരോധന ഗുളികകൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. 3 വർഷം മാലാതി കഴിച്ചു. മറുപടി നൽകി. ഇത്തരം ഗുളികകൾ കഴിക്കുന്നവരിൽ ക്യാൻസർ വരാറുണ്ട്. എക്സ്റേ, ECG, രക്തം, യൂറിൻ അങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾക്ക് എഴുതി തന്നു. ശ്രീയേട്ടന്റെ കൂട്ടുകാരൻ ഉള്ളതുകൊണ്ട് എക്സ്റേയും ECGയും പെട്ടെന്ന് എടുത്തു. വാർഡിൽ പോകുമ്പോൾ ഹോട്ടലിൽ കയറി ദോശയും മുട്ടയും കഴിച്ചു. ഓർഡർ ചെയ്ത് സാധനം വരുത്തിയെങ്കിലും രണ്ടുപേർക്കും ഒന്നും തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല എന്നതാണ് വാസ്തവം. കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ശ്രീയേട്ടൻ ധൈര്യം പകരാൻ ശ്രമിച്ചു. വാർഡിലെത്തി. 1-2 ടെസ്റ്റുകൾ നടത്താൻ ബ്ലഡും യൂറിനും എടുത്തു കൊടുത്തു. സെക്യൂരിറ്റിക്കാർ വന്ന് ശ്രീയേട്ടനെ പുറത്താക്കി. ഇനി രാവിലെയേ കയറ്റുകയുള്ളൂ. വീട്ടിൽ മോൻ്റെ അടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. വെളിയിൽ കിടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ നിർബന്ധിച്ചയച്ചു. ചുറ്റും നോക്കി. പലതരത്തിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞവരാണ് എല്ലാവരും. ഞാൻ മാത്രമേ ഓപ്പറേഷൻ കഴിയാതെ ഉള്ളൂ. വാർഡിലെ ഒരു വരാന്തയിൽ തീപ്പൊള്ളലേറ്റവരാണ്. അവിടെ നിന്നും ഇടയ്ക്കിടെ നിലവിളി ഉയരുന്നു. മനസ്സ് ശാന്തമാക്കാൻ പണിപ്പെട്ടു. 2 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അടുത്തു വന്നു. ഉറങ്ങാൻ ഗുളിക തരട്ടെ? അവർ ചോദിച്ചു. രോഗത്തെക്കുറിച്ചും അന്വേഷിച്ചു. ഒരാളുടെ പെരുമാറ്റവും രൂപവും അതീവ ഹൃദ്യമായിരുന്നു. ഗുളിക വേണ്ടെന്ന് പറഞ്ഞു. കിടന്നിട്ട് ഉറക്കം വരുന്നതേയില്ല. ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമായാലോ? നാളെ അനസ്തേഷ്യ ഡോക്ടറെ കാണാനുള്ളതല്ലേ? അമ്മയെ വിട്ട് ഗുളിക വാങ്ങിക്കഴിച്ചിട്ട് കിടന്നിട്ടും ഉറക്കം അകലെ തന്നെ. വെളുപ്പിനും നഴ്സുമാരും അറ്റൻഡർമാരും ട്രോളിയും ബുക്കുകളും മരുന്നുകളുമായി എത്തി. മരുന്നും ഇഞ്ചക്ഷനും നിർദ്ദേശങ്ങളും മറ്റും നൽകി. എഴുന്നേറ്റ് നടക്കാറായ രോഗികൾ കൂട്ടിരിപ്പുകാരുടെ സഹായത്താൽ ബാത്റൂമിൽ പോകുന്നു. എഴുന്നേൽക്കാൻ വയ്യാത്തവർക്ക് സ്ക്രീൻ വച്ച് മറിച്ച് ബെഡ് പാൻ വച്ചു കൊടുക്കുന്നു. ഏതോ ഒരു ടെസ്റ്റിന് ബ്ലഡ് എടുത്തത് കൊടുക്കാൻ അമ്മ പോയപ്പോൾ ഷീറ്റ് തലവഴി മൂടി പുതച്ചിടുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അതുവരെ അടക്കി പിടിച്ചിരുന്നതെല്ലാം കണ്ണീനീരായി ഒഴുകി. അപ്പോഴാണ് തലേ ദിവസം പരിചയപ്പെട്ട മാലാഖക്കുട്ടി വന്നത്. ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ചേച്ചി, പേടിക്കൊന്നും വേണ്ട കേട്ടോ. തൊണ്ടയിലെ മുഴ ഓപ്പറേറ്റ് ചെയ്യുന്ന അത്ര പോലും ഗൗരവമില്ല. വേദനയൊന്നും അറിയില്ല, പെട്ടെന്ന് സുഖമാകും. അമ്മ വന്നപ്പോൾ കരയുന്ന കണ്ട് വഴക്ക് പറഞ്ഞു. അമ്മ ബാത്റൂമിൽ പോയപ്പോഴാണ് സാറും കുട്ടിയും റൗണ്ട്സിന് വന്നത്. നേരത്തെ കരഞ്ഞു തീർക്കാൻ പറ്റിയില്ല. കരയരുതെന്ന് വിചാരിച്ചിട്ടും സാറിനെ കണ്ടപ്പോൾ വിതുമ്പിപ്പോയി. കിട്ടിയ റിസൾട്ടുകളൊക്കെ കാണിച്ചു. ഒന്നുകൂടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടറെ കാണണമെന്ന് നിർദ്ദേശിച്ച് അടുത്ത രോഗിയുടെ അടുത്തേക്ക് പോയി. ശ്രീയേട്ടന് എത്തും മുമ്പേ അമ്മ കാപ്പി വാങ്ങിക്കൊണ്ടുവന്ന് തന്നു. കാപ്പി കുടിച്ചെന്ന് വരുത്തി. സെക്യൂരിറ്റിക്കാരും അറ്റൻഡർമാരും വന്ന് എല്ലാവരും വാർഡിന് പുറത്തുള്ള വരാന്തകളിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. കൊതുക്, പാറ്റ തുടങ്ങിയ ക്ഷുദ്രജീവികളെ അകറ്റാനുള്ള മരുന്നടിച്ച് വാർഡ് വൃത്തിയാക്കാൻ പോവുകയാണ്. എഴുന്നേൽക്കാൻ വയ്യാത്തവരെ ട്രോളികൾ കയറ്റി. മറ്റുള്ളവർ നടന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും കെട്ടുകളും ഭാണ്ഡങ്ങളുമായി വരാന്തയിൽ സ്ഥലം പിടിക്കാനുള്ള ഓട്ടമായി. എനിക്കിടം കിട്ടിയത് ബ്രസ്റ്റിലെ മുഴ ബയോപ്സിയിലൂടെ നീക്കിയ ഒരു രോഗിയുടെ അടുത്താണ്. 23-24 വയസ്സ് വരും. പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. നിപ്പിളിൽ നിന്ന് ഒരു ദ്രാവകം ഊറി വരുന്നതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ട് പോയാൽ മതിയെന്ന് സാറ് പറഞ്ഞു. രാധാകൃഷ്ണ സർ വന്ന് അനസ്തേഷ്യ ഡോക്ടറെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീയേട്ടൻ റിസൾട്ടുമായി വന്ന ഉടൻ അങ്ങോട്ട് ചെന്നു. ഇന്നലെ രാത്രി ഒരു ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കം വരാത്ത കാര്യം പറഞ്ഞു. 2 ഉറക്ക ഗുളികയും മറ്റൊരു ഗുളികയും കഴിക്കാൻ എഴുതി തന്നു. റൗണ്ട്സിന് സാറിനോടൊപ്പം വന്ന ഒരു കൊച്ചു ഡോക്ടർ വന്ന് സാർ വിളിക്കുന്നുവെന്ന് അറിയിച്ചു. ശ്രീയേട്ടനെയും കൂട്ടി കൂടെ ചെന്നു. കൗൺസിലിങ്ങിന് വിളിച്ചതാണ്. കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് നേരിട്ടേ മതിയാവൂ എന്ന മുഖവരയോടു കൂടിയാണ് സാർ സംസാരം തുടങ്ങിയത്. രോഗത്തിന്റെ സ്വഭാവം, പണ്ട് ചെയ്തിരുന്ന ചികിത്സകൾ, ഇപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷൻ രീതിയൊക്കെ വിശദീകരിച്ചു. ഇടയ്ക്കിടെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചു. സ്ത്രീത്വത്തിന്റെ സിമ്പലായ സ്ഥലത്തിന്റെ അഭാവം വലിയൊരു നഷ്ടം തന്നെയാണ്. പ്ലാസ്റ്റിക് സർജറി കൂട്ടത്തിൽ ചെയ്താൽ മാനസിക വിഷമം തെല്ലു കുറയ്ക്കാം എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന രീതി വിശദീകരിച്ചു. വയറിൽ നിന്ന് മാംസവും മാംസപേശികളും വെട്ടിയെടുത്ത് മാറിൽ വയ്ക്കുമെന്ന് കേട്ടപ്പോഴേ വേണ്ട എന്നാണ് നാവിൽ നിന്നും പുറത്തു വന്നത്. അത് നല്ലതാണ് എന്നാണ് ശ്രീയേട്ടൻ അപ്പോൾ പറഞ്ഞത്. ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ഒരു ഡോക്ടറെ അനസ്തേഷ്യ ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞയച്ചു. മറ്റൊരാളെ പ്ലാസ്റ്റിക് സർജറി ഒപിയിൽ ഞങ്ങളോടൊപ്പം വിട്ടു. പ്ലാസ്റ്റിക് സർജറി പ്രൊഫസറും അസിസ്റ്റന്റുമാരും വയറും ബ്രസ്റ്റും മറ്റും പരിശോധിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് യോജിച്ച ദേഹമാണെന്ന് ഉറപ്പുവരുത്തി. കൊച്ചു ഡോക്ടർ സർജറി ചെയ്യുന്ന രീതിയും മേന്മയും മറ്റും വിശദീകരിച്ചു തന്നു. വരാന്തയിൽ അമ്മ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിവരം പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അനുകൂലമായ അഭിപ്രായമായിരുന്നു. ശ്രീയേട്ടാ, വയറിൽ നിന്നും മാംസം എടുത്താൽ പിന്നെ വയറിന് എന്തെങ്കിലും കുഴപ്പം വന്നാലോ? പതുക്കെ ചോദിച്ചു. പുറത്തു നിന്നല്ലേ എടുക്കുന്നത്, ഒന്നും വരത്തില്ല. മുറിച്ചു മാറ്റുമ്പോൾ ഒന്നുമില്ലാതിരിക്കുന്നതിലും നല്ലത് ഇതാണ്. കൂട്ടത്തിലാകുമ്പോൾ സൗകര്യമാണ്. സാർ വിളിക്കുന്നെന്ന അറിയിപ്പുമായി ആദ്യം വന്ന ഡോക്ടർ വീണ്ടും വന്നപ്പോൾ
ശ്രീയേട്ടൻ അടുത്തില്ലായിരുന്നു. സാറ് സ്ലൈഡുകൾ പരിശോധിക്കുകയായിരുന്നു. സാറിനെ കൂടാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആ മുറിയിൽ ഉണ്ടായിരുന്നു. എന്ത് തീരുമാനിച്ചു? കണ്ട ഉടൻ ചോദിച്ചു. ചെയ്യാം. ഇതിനു മുമ്പ് ഇവിടെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ആദ്യത്തേതല്ല. ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. വിജയിക്കുമല്ലേ? സാർ ഒരു ചിരി ചിരിച്ചു. ജാള്യത തോന്നി. പൊയ്ക്കോളൂ. പോകാൻ അനുവാദം കിട്ടിയിട്ടും പോരാതെ സംശയിച്ചു നിന്നു. ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്ത നേരം മരിച്ചുപോയാൽ ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ ധൈര്യം വന്നില്ല. മറ്റുള്ള രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ ശ്രീയേട്ടൻ വന്നു. മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് ഒരു സിസ്റ്ററോട് സംശയം ചോദിച്ചപ്പോൾ ചാടിക്കടിക്കുന്നത് പോലെ ധിക്കാരമായ മറുപടിയാണ് നൽകിയത്. എന്നിട്ടും പ്രതികരിക്കാതെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഉച്ചയോടുകൂടി വൃത്തിയാക്കൽ പൂർത്തിയായി. വാർഡിൽ തിരികെ എത്തി. ഊണ് കഴിഞ്ഞ് കുറച്ചുനേരം കിടന്നു. പ്ലാസ്റ്റിക് സർജറി ഒപിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഡോക്ടർ ഒരു കുറിപ്പ് തന്നു. നാളത്തെ ഓപ്പറേഷൻ എന്തെല്ലാം വാങ്ങണമെന്ന് അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. 3 UP O പോസിറ്റീവ് രക്തം വേണം. 2 മേജർ സർജറി ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഏകദേശം 4 മണിക്കൂർ വേണ്ടിവരും എന്നറിയിച്ചു. വൈകുന്നേരത്തെ സന്ദർശക സമയത്ത് കുടുംബ സുഹൃത്തുക്കളായ റുക്കിയയും ശകുന്തള ടീച്ചറും വന്നു. അവർക്കെന്നെ അഭിമുഖീകരിക്കാൻ വിഷമം. ചിരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ തിരക്കി. മക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ശകുന്തള ടീച്ചർ രാത്രി കൂട്ടി നിൽക്കാമെന്ന് പറഞ്ഞു. ഓണമല്ലേ, വീട്ടിൽ എന്തൊക്കെ ഒരുക്കാനുണ്ട്? സ്നേഹപൂർവ്വം നിരസിച്ചു. വീട്ടിൽ വാങ്ങിയ ഓണസാധനങ്ങളൊക്കെ കെട്ടഴിക്കാതെ അടുക്കളയിൽ ഇരിക്കുകയാണെന്ന കാര്യം ഓർത്തു. മോൻ എന്ത് ചെയ്യുകയാവും? സന്ദർശന സമയം തീരാറായപ്പോഴാണ് റീത്തയും സാറും ഓടിക്കിതച്ചെത്തിയത്. വന്ന പാടെ കട്ടിലരികിൽ നിന്നു. ജയന്തി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂട്ടുകാരി വിതുമ്പുകയാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി. ശാലിനിയുടെ ഓപ്പറേഷൻ അമ്മു വിതുമ്പിയതുപോലെ. സിനിമ തന്നെ ജീവിതം, ജീവിതം തന്നെ സിനിമ. എൻ്റെ ഭാഗം ഞാൻ നന്നായി അഭിനയിക്കണ്ടേ? എഴുന്നേറ്റ് കൈവിരലുകൾ കൈപ്പിടിയിൽ ഒതുക്കി പതുക്കെ പറഞ്ഞു. എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഒന്നും വരില്ല. അഥവാ ദൈവം മരിക്കാനാണ് നിശ്ചയിച്ചതെങ്കിലും സന്തോഷമേ ഉള്ളൂ. റീത്ത വിഷമിക്കേണ്ട. എനിക്കിത് താങ്ങാൻ കഴിഞ്ഞില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ റീത്തയ്ക്ക് കഴിയുന്നില്ല. പ്ലാസ്റ്റിക് സർജറി കൂടി ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവളുടെ മുഖം അല്പം തെളിഞ്ഞു. അത് നല്ലതാ. സെക്യൂരിറ്റിക്കാർ സന്ദർശകരെ പുറത്താക്കി തുടങ്ങി. നാളെ ഞാൻ വരില്ല. എനിക്കത് കാണാൻ കഴിയില്ല. രണ്ടുപേരും പോവുകയാണ്. കണ്ണുനീർ ആരും കാണാതിരിക്കാൻ കണ്ണിറുക്കി അടച്ചു. മേല് കഴിയപ്പോൾ ഇടതുമാറ് നന്നായി ശ്രദ്ധിച്ചു. ഇതുവരെ ശ്രദ്ധിക്കാൻ നേരമേയില്ലായിരുന്നു. നാളെ മുതൽ ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലാതാവുകയാണ്. എൻ്റെ കുഞ്ഞുമക്കളുടെ വിശപ്പടക്കിയ പ്രകൃതി സ്ത്രീക്ക് അനുഗ്രഹിച്ചു നൽകിയ അമൃതകുംഭം. വലതുമൂലയിൽ നിന്നും പാൽ ചപ്പിക്കുടിക്കുമ്പോൾ മക്കളുടെ കുഞ്ഞു കൈകൾ വിശ്രമിച്ചിരുന്നിടം. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്നേ സംഭവിച്ചു. ഇനി ഏത് നഷ്ടവും സഹിക്കാൻ ത്രാണിയുണ്ട്. ആശുപത്രിയിൽ വരും മുമ്പ് ശ്രീയേട്ടൻ പറഞ്ഞ വാക്കുകളോർത്ത് ആശ്വസിക്കാൻ ശ്രമിച്ചു. പിറക്കും മുമ്പേ നഷ്ടമായി പോകുമായിരുന്ന മോൾ, ഓമനിക്കാൻ കിട്ടിയ മുത്ത്, എന്നിലെ സ്ത്രീജന്മം സഫലമാക്കിയവൾ, എൻ്റെ മുല ആദ്യമായി കുടിച്ചവൾ, അമ്മയെന്ന് ആദ്യം വിളിച്ചപ്പോൾ ഉണ്ടായ നിർവൃതി ഒക്കെ വേദനിപ്പിക്കുന്ന സ്മൃതികളാക്കി കൂടുവിട്ട് പറന്നുപോയപ്പോഴേ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണല്ലോ. ജീവച്ഛവങ്ങളായി ജന്മം തുടരാൻ വിധിക്കപ്പെട്ടവർ. ദുരിതങ്ങൾ കൂത്താടുന്ന ഈ ലോകത്തിൽ നമ്മേക്കാൾ ദുഃഖം അനുഭവിക്കുന്ന നിരവധി പേരുണ്ടെന്നോർത്ത് സ്വന്തം നൊമ്പരങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവർ. ഓപ്പറേഷൻ നടക്കുന്ന സമയം മരണം പോലും സംഭവിക്കാമെന്നത് അറിയാമെന്നും എങ്കിലും ഓപ്പറേഷന് സമ്മതമാണെന്നുമുള്ള സമ്മതപത്രത്തിൽ ശ്രീയേട്ടനും ഞാനും ഒപ്പിട്ട് നൽകി. 2 ഉറക്ക ഗുളികകളും മറ്റൊരു ഗുളികയും കഴിച്ചുറങ്ങാൻ കിടന്നു. 2000 സെപ്റ്റംബർ 7 വെളുപ്പിന് ഉണർന്നു. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ഇന്നലെ വാർഡിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ദയനീയ നിലവിളി ഉയരുന്നു. കല്യാണ ചെലവിനെ ചൊല്ലി അച്ഛനും അമ്മയും കലഹിച്ചപ്പോൾ ചെയ്തതാണ്. നഴ്സുമാരും അറ്റൻഡർമാരും തൂപ്പുകാരിയും കൂട്ടിരിപ്പുകാരുമെല്ലാം അവൾ അഹങ്കാരം കാണിച്ചതാണെന്ന് പറഞ്ഞ് ശകാരിക്കുകയാണ്. ആരും ദയ കാണിക്കുന്നില്ല. മേല് കഴുകി, ഓപ്പറേഷൻ വേഷം ധരിച്ചു. അമ്മ മുടി 2 വശവും പിന്നിയിട്ടു. ഗുളിക കഴിക്കണം, പക്ഷെ വെള്ളം കുടിച്ചുകൂടാ. തൊട്ടടുത്ത ബെഡിൽ തലയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന 12കാരനായ തമിഴ്നാട്ടുകാരൻ അല്പം മാത്രം വെള്ളം കുടിച്ച് ഗുളിക വിഴുങ്ങാൻ തമിഴിൽ ഉപദേശിച്ചു. ഇപ്പുറത്ത് തൊണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടിയും അമ്മയും വലിയ സന്തോഷത്തിലാണ്. അവർക്കിന്ന് വീട്ടിലേക്ക് മടങ്ങാം. വാർഡിന് പുറത്തൊരു കരച്ചിൽ നിലവിളി. ആരുടെയോ ജീവിതയാത്ര നിലച്ചപ്പോൾ ബന്ധുക്കൾ അലമുറയിടുന്നതാണ്. കണ്ണുകൾ അടച്ചു. വയ്യ. ഇത് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലമാണ്. ഇപ്പുറം ഡോക്ടർമാരും ബന്ധുക്കളും നിർത്താൻ അശ്രാന്ത പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നടത്തി ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പുറം ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ മരണദൂതന്മാർ അങ്ങോട്ട് വലിക്കുന്നു. ഈ വടംവലി മത്സരത്തിൽ കുറേ പേർ ഇപ്പുറത്തുഴുന്നു, മറ്റു കുറേ പേർ അപ്പുറത്തും. ഈ മത്സരം അങ്ങനെ വിജയിച്ചും പരാജയപ്പെട്ടും അനന്തമായി നീളുന്നു. എനിക്ക് പോകാൻ സമയമായി. സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. 2 അറ്റൻഡർമാർ സ്ട്രെച്ചറുമായി വന്നു. അതിൽ കിടന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. ഏത് രൂപത്തിലാവുമോ മടക്കയാത്ര? ബന്ധുക്കളും സുഹൃത്തുക്കളും ആരെല്ലാമാണ് എത്തിയത്? എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടാണ് അകത്ത് പ്രവേശിച്ചത്. ഡോക്ടർമാർ എല്ലാവരും ഉണ്ട്. സർജറിക്കാരും പ്ലാസ്റ്റിക് സർജറിക്കാരും അനസ്തേഷ്യക്കാരും എല്ലാം. ഇന്നത്തെ നായിക ഞാനാണ്. എൻ്റെ ഓപ്പറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സങ്കീർണവും. ഒരു ഇഞ്ചക്ഷൻ കൂടി തന്നു. സുശീല ടീച്ചറുടെ അണ്ണൻ്റെ ഭാര്യ നിർമ്മല ചേച്ചി അടുത്തു വന്നു.
പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഡ്യൂട്ടി. ദൈവമേ, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഒരു മാസ്ക് മൂക്കിന് പുറത്ത് വെച്ചു. വലിച്ച് ശ്വാസം വിട്ടോളൂ സാറ് പറഞ്ഞു. ഒന്നും കൂടി ഉറക്കം വന്നുവോ? നന്ദി.